ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഓക്കെ, ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് വാട്ട് ഡു ദേ തിങ്ക് അബൌട്ട് യു ആൻഡ് വാട്ട് ദേ വോണ്ട് ടു ടെൽ യു റൈറ്റ് നൗ എന്നുള്ളതാണ്. അവർ എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്, അതുപോലെ ഈ ഒരു സമയത്ത് അവർ നിങ്ങളോട് എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇത് ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ജെൻഡർലെസ് ആണ്, ടൈംലെസ് ആണ്. ഈ വീഡിയോ നിങ്ങൾ എപ്പോൾ കാണുന്നു ആ ഒരു ടൈം മുതൽ വാലിഡ് ആയിരിക്കുന്നതാണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെയൊന്നും റെസനേറ്റ് ആവില്ല. നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുത്താൽ മതി, അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക. നിങ്ങൾ ഡീപ്പായിട്ടൊന്ന് മെഡിറ്റേറ്റ് ചെയ്യുക, കോൺസെൻട്രേറ്റ് ചെയ്യുക, പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഈ ഒരു സമയത്ത് അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്, നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. ഓക്കെ ഓക്കെ ഐ വോണ്ട് യു ടു ബി എ പാർട്ട് ഓഫ് മൈ ഫ്യൂച്ചർ. തീർച്ചയായിട്ടും അവർ ഈ ഒരു സമയത്ത് ഒരു കമ്മിറ്റ്മെൻറ്റിൻ്റെ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഫ്യൂച്ചറിൽ അവരോടൊപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാകണം എന്നുള്ളൊരു ആഗ്രഹം അവർ പറയുന്നുണ്ട്. അതുപോലെ തന്നെ അവർക്ക് ഒരുപാട് കാര്യങ്ങൾ ഇപ്പം മിസ്സാവുന്നുണ്ട്. നിങ്ങൾ രണ്ടുപേരും സ്പെൻഡ് ചെയ്തിരുന്ന ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് മൊമെൻറ്റ്സ് ഒക്കെയും അവർക്ക് ശരിക്കും മിസ്സാവുന്ന ഈ ഒരു സമയത്ത് പരസ്പരം ഒരുമിച്ച് സന്തോഷമായിട്ടിരുന്ന പല പല തമാശകളൊക്കെ പറഞ്ഞു കഴിഞ്ഞ ആ ഓർമ്മകൾ അവരിലേക്ക് വരുന്നു എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. ഐ ഫീൽ ലൈക്ക് എ പാർട്ട് ഓഫ് മീ ഈസ് മിസ്സിങ് വിത്തൗട്ട് യു. ഇപ്പോൾ കൂടുതലായിട്ടും നിങ്ങളുടെ സാമീപ്യം അവർ ആഗ്രഹിക്കുന്നു എന്നാണ് നമുക്കിവിടെ മനസ്സിലാവുന്നത്. നിങ്ങൾ അവരുടെ ജീവിതത്തിൽ ഇപ്പോൾ ഇല്ല എന്നുള്ളതാണ് കാണുന്നത്. അതിൻ്റെ ഒരു ഫീലിങ്സ് അവർക്ക് ഉണ്ടാകുന്നത് അവരുടെ ജീവിതത്തിൻ്റെ ഒരു പാർട്ട് തന്നെ അവർക്ക് മിസ്സാവുന്നു എന്നുള്ളതാണ്. ഓക്കെ, ആൻഡ് ഐ സീ യുവർ സൈഡ് ഓഫ് ദ സ്റ്റോറി. ഇപ്പോൾ അവർ തീർച്ചയായിട്ടും ഇപ്പോൾ ഒരു സെപ്പറേഷനിലായിട്ടുള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ ഭാഗത്തു നിന്നൊക്കെ ചിന്തിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, ആൻഡ് ഐ ഡോണ്ട് വോണ്ട് ടു ചേസ് എനി മോർ. ഇനി മറ്റൊന്നിനെയും പിന്നാലെ പോകാനായിട്ട് അവർ ആഗ്രഹിക്കുന്നില്ല. മേ ബി അവർ റിലേഷൻഷിപ്പിലായിരുന്ന സമയത്ത് അവർ ശരിക്കും നിങ്ങളെ ഉപേക്ഷിച്ച് മറ്റ് പല കാര്യങ്ങൾക്കും പിന്നാലെ പോയിട്ടുണ്ട്. ചിലപ്പോൾ അവരുടെ കരിയറിലേക്ക് ഓവർ ഫോക്കസ്ഡ് ആയിട്ടുണ്ടാവും, അല്ലെങ്കിൽ അവരുടെ ഫാമിലിയിലോ അല്ലെങ്കിൽ മറ്റ് ചില കാര്യങ്ങളിലേക്കൊക്കെ അവർ നിങ്ങളെ ഉപേക്ഷിച്ച് പോയതായിട്ട് കണ്ടിട്ടുണ്ട്. പക്ഷെ ആ ഒരു സാഹചര്യത്തിൽ നിന്നെല്ലാം മാറിക്കൊണ്ട് അവരിപ്പോൾ ഒരിക്കലും അങ്ങനൊരു ചേസർ ആവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. നെക്സ്റ്റ് വന്നിട്ട് വി ഹാവ് ടു മെനി ഡിഫറൻസസ്. ഓക്കെ, നിങ്ങളുടെ റിലേഷൻഷിപ്പ് എടുക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ പല കാര്യങ്ങളിലും നിങ്ങൾക്കും അവർക്കും തമ്മിൽ വ്യത്യാസങ്ങളുണ്ട് എന്നുള്ളത് അവർ ചിന്തിക്കുന്നുണ്ട്. മെയിൻലി അതൊരു ഫിനാൻഷ്യൽ ഡിഫറൻസ് ആയിരിക്കാം, ഫിനാൻഷ്യൽ സ്റ്റാറ്റസിലുള്ള ഡിഫറൻസ് ആയിരിക്കാം. മേ ബി അത് നിങ്ങളെക്കാളും കുറച്ച് ഫിനാൻഷ്യലി ഡൗൺ ആയിട്ടുള്ളൊരു പേഴ്സൺ ആയിരിക്കാം ഈ വ്യക്തി. അതുകൊണ്ടാണ് അവർക്ക് ആ ഒരു കോംപ്ലക്സ് ഉണ്ടാവുന്നത്. കാരണം പലപ്പോഴും നിങ്ങൾക്കൊരു ബെറ്റർ ലൈഫ് പ്രൊവൈഡ് ചെയ്യാൻ, നിങ്ങളെ സാറ്റിസ്ഫൈഡ് ആക്കാനൊക്കെ അവരുടെ ആ ഒരു ഇൻകം കുറവാണ് എന്നൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഐ എം സ്റ്റിൽ ട്രൈങ് ടു ഹീൽ. ഇപ്പോഴും ഈ ഒരു ബ്രേക്കപ്പ് എന്ന് പറയുന്നത് അവരിൽ ഉണ്ടാക്കിയിരിക്കുന്ന വേദന അവർ സ്വയം ഹീലാക്കാനായിട്ട് ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. നെക്സ്റ്റ് വന്നിട്ട് ഇവിടെ ഒരു തേർഡ് പാർട്ടി എനർജി കാണിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് അവർ ചിന്തിക്കുന്നുണ്ട്. നിങ്ങളെ രണ്ടുപേരെ ഒന്നിപ്പിക്കുന്നതിൽ ആ ഒരു തേർഡ് പാർട്ടി എനർജിക്ക് വലിയൊരു ഇൻഫ്ലുവൻസ് തന്നെ ഉണ്ട് എന്നുള്ളതാണ് അവർ മനസ്സിലാക്കുന്നത്. നിങ്ങൾ ഒരിക്കലും ഒന്നിച്ചു ചേരാൻ ഇഷ്ടപ്പെടാത്ത ചില വ്യക്തികളായിരിക്കാം, അല്ലെങ്കിൽ ചില തടസ്സങ്ങൾ തന്നെയായിരിക്കാം. ഓക്കെ, ഐ ഫീൽ പെയിൻ ഫ്രം ദി ഡാമേജ് ഐ ഹാവ് കോസ്ഡ്. അവർ കാരണം നിങ്ങൾക്കൊരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായി എന്നുള്ളതിൻ്റെ പേരിൽ അവർക്ക് ഗിൽറ്റ് ഫീൽ ആവുന്നുണ്ട് എന്നുള്ളതാണ്. ആൻഡ് ഐ ഡോണ്ട് നോ ഇഫ് വി വിൽ എവർ ചേഞ്ച്. ഓക്കെ, ഇനി ഒരിക്കലും ഓരോരുത്തരുടെ സ്വഭാവങ്ങളിൽ മാറ്റങ്ങൾ വരുത്താൻ സാധിക്കുമോ എന്നവർ ചിന്തിക്കുന്നുണ്ട്. പലപ്പോഴും അവർക്ക് തന്നെ അറിയാം അവരുടെ ചില സ്വഭാവങ്ങൾ നിങ്ങൾക്ക് തന്നെ അക്സെപ്റ്റ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിട്ടുണ്ടാവാം. അതൊക്കെ മാറ്റിയെടുക്കാൻ അവർ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അവർ പറയുന്നത് അത് മാറ്റിയെടുക്കാനാകുമോ, അല്ലെങ്കിൽ അതുമായിട്ട് പൊരുത്തപ്പെട്ട് നിങ്ങൾ മുന്നോട്ട് പോകുമോ എന്നൊക്കെയുള്ള ചിന്തകൾ ഈ വ്യക്തിയിലുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാം. ആൻഡ് ഐ നോ മൈ ഇനബിലിറ്റി ടു മേക്ക് എ ഡിസിഷൻ ഹേർട്സ് യു. ഒരു കറക്റ്റായിട്ടുള്ള ഒരു സമയത്ത് ഒരു തീരുമാനം എടുക്കാത്തതായിട്ടുള്ളൊരു ക്യാരക്ടർ ഈ വ്യക്തിക്കുണ്ട്.
അത്തരം ബിഹേവിയർ അല്ലെങ്കിൽ അത്തരം ഒരു ആക്ഷൻ നിങ്ങളിൽ നിന്നുണ്ടായത് അവർ നിങ്ങളെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ടാകാം എന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. ആൻഡ് നെക്സ്റ്റ് വന്നിട്ട് ദ വേ യു ലവ് ക്യാൻ നെവർ ബി ചേഞ്ച് മാച്ച്ഡ്. ഓക്കെ, നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു രീതി എന്ന് പറയുന്നത് ഒരിക്കലും മറ്റൊന്നിനോടും മാച്ച് ആവില്ല. കാരണം അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ളൊരു പ്രണയമാണ് നിങ്ങൾ ആ വ്യക്തിക്ക് കൊടുത്തിട്ടുള്ളത്. ഒരിക്കലും അവർ പോലും അത്രയും നിങ്ങളെ തിരിച്ച് സ്നേഹിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യമായിട്ട് ഇവിടെ ആ വ്യക്തി പറയുന്നത്. ആൻഡ് ഫൈനലി യു ആർ എ ബെറ്റർ പേഴ്സൺ ദാൻ ഐ ആം. ഓക്കെ, അവർ പറയാണ് അവർ വെച്ച് നോക്കുമ്പോൾ നിങ്ങളാണ് ബെറ്റർ പേഴ്സൺ. നിങ്ങളുടെ വാല്യൂ, അതായത് നിങ്ങൾ വിലമതിക്കാനാവാത്തൊരു പേഴ്സണാലിറ്റി ആണെന്നുള്ളതാണ് അവർ വ്യക്തമാക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇതാണ്. റീഡിങ് ചെറിയ റീഡിംഗ് ആയിരുന്നു, എന്നാലും എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. റീഡിംഗ് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക. ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. അതുവരെയും ബൈ ബൈ.